Hi 10th, we were discussing about exercise 13.1 and we have discussed first 6 questions from exercise 13.1, isn't it? And through this video session, I'm going to wind up the exercise 13.1 by discussing question number 7, 8 and 9. Okay, and continue your constant practice well each question, write and practice, understand the method which we used in each question. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പം നല്ല ആഴത്തിൽ ഒരു ഫിഗർ വന്നു, ആ ഫിഗറിൻ്റെ കേവ് സർഫസ് ഏരിയ, അപ്പം അതിൻ്റെ ഏത് ഭാഗം കൊള്ളും ഏത് ഭാഗം ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പിൽ മനസ്സിലാക്കി. വെറുതെ ഒരു വീഡിയോ നിങ്ങൾ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. നിങ്ങളോട് ഞാൻ 2 പ്രാവശ്യം കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം കാണണം. നിങ്ങൾ പോസ് അടിച്ച് നിങ്ങൾ ചിന്തിച്ച് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പം നിങ്ങൾക്ക് പോസ് അടിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തി മാത്രം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, let me discuss question number 7. Can you read that question number 7? Well, this is your question number 7. A tent is in the shape of a cylinder surmounted by a conical top. What is the meaning of that? A tent. Okay, tent അറിയില്ല നിങ്ങൾക്ക്. ടെൻറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ സർമൗണ്ടഡ് ബൈ എ കോണിക്കൽ ക്യാപ്പ്. അതായത് ഒരു ടെൻറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ ആകൃതിയിൽ, ആ സിലിണ്ടറിൻ്റെ മുകളിൽ ഒരു സാധനം മൗണ്ട് ചെയ്തേക്കുകയാണ്. ഒരു കോൺ ആകൃതിയിലുള്ള ഒരു ടോപ്പാണ് നമ്മൾ മൗണ്ട് ചെയ്തേക്കുന്നത്. അതായത് സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ബേസിന് നമ്മൾ ഒരു കോണിക്കൽ ടോപ്പ് കൊടുത്തിട്ടാണ് ആ ടെൻറ്റിൻ്റെ ആകൃതി ഉള്ളത്. ഓക്കെ, ഇഫ് ദ ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ട് ആർ 2.1 meter and 4 meter respectively. Once again, if the height and diameter of the cylindrical part, that means height is given as 2.1 meter of the cylinder, not the total height. Here 2.1 meter stands for the height of the cylindrical part and 4 meter stands for the diameter of the cylindrical part. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇതിൽ മനസ്സിലാവുന്ന കാര്യമാണ്, ഹൈറ്റിനേക്കാൾ കൂടുതലാണ് ഡയമീറ്റർ അല്ലേ. ഇഫ് ദ ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ എന്ന് പറയുമ്പം ഹൈറ്റിനേക്കാൾ കൂടുതലാണ് ഡയമീറ്റർ വരുന്നത്. അപ്പോൾ ഹൈറ്റിനേക്കാൾ കൂടുതൽ ഡയമീറ്റർ വരുന്ന രീതിയിലൊരു റഫ് ഫിഗർ നിങ്ങൾ മാക്സിമം വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഈസ് ഗിവൺ ആസ് 2.8 meter. വാട്ട് ഈസ് ടോപ്പ് ഹിയർ? Cone, isn't it? Conical top means top is in the shape of cone, no? Its slant height is given as what? 2.8 meter. നമുക്കറിയാം സിലിണ്ടറിൽ സ്ലാൻ ഹൈറ്റ് ഇല്ല, കോണിലാണെന്ന് മാത്രം അല്ലേ. കോണിലാണ് സ്ലാൻ ഹൈറ്റ് വരുള്ളൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്യാൻവാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ടെൻറ്റ്. You are supposed to calculate the area of the canvas used for making the tent. That means that tent is going to prepare by using the material canvas. You are supposed to find out the area of the canvas used for making the tent. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഏരിയ ഓഫ് ദ ക്യാൻവാസ്. അതായത് ക്യാൻവാസിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസ് എവിടെയൊക്കെ നമ്മൾ മറയ്ക്കും അതിൻ്റെ ഏരിയ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ക്യാൻവാസ് നമ്മൾ എന്തുകൊണ്ട് ഈ ക്യാൻവാസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്താ മറയ്ക്കുക? സർഫസാണ് മറക്കുക ടെൻറ്റിൻ്റെ അല്ലേ. അപ്പോൾ സർഫസ് ഏരിയ ആണ് ഒബ്വിയസ്ലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആലോചിച്ച് ചെയ്യുക. ആൻഡ് ഓൾസോ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് ഓഫ് ദ ടെൻറ്റ് at the rate of 500 per 1 meter square. For 1 meter square, 500 rupees you have to spend for the canvas. Then what will be the total amount you are supposed to spend on the canvas used? So this is the second sub question. Let us think about the first one now. And note that the base of the tent will not be covered with the canvas. So it is given that base of the tent, അതായത് ടെൻറ്റിൻ്റെ താഴെ ഭാഗം നമ്മൾ എന്തുകൊണ്ട് മറക്കുന്നില്ല? ക്യാൻവാസ് കൊണ്ട് മറക്കുന്നില്ല. വിൽ നോട്ട് ബി കവേർഡ് വിത്ത് ദ ക്യാൻവാസ് എന്നാണ്. വിൽ നോട്ട് ബി, അതായത് താഴെ ഭാഗം നമ്മൾ ക്യാൻവാസ് കൊണ്ട് മറക്കുന്നില്ല. അപ്പോൾ ഏതൊക്കെ ഭാഗമാണ് ക്യാൻവാസ് കൊണ്ട് മറയ്ക്കുക? ഓഫ് കോഴ്സ് ടോപ്പും മറയ്ക്കും നമ്മൾ, പിന്നെ ചുറ്റുമുള്ള ഭാഗവും മറയ്ക്കും, താഴെ ഭാഗം നമ്മൾ ലീവ് ചെയ്യും. ഓക്കെ, this is your question. So we have to, first of all, let me think about the question. Find the area of the canvas used for making the tent. So here area stands for surface area. അതെങ്ങനെ മനസ്സിലായി സർഫസ് ഏരിയ ആണെന്ന്? കാരണം ക്യാൻവാസ് കൊണ്ട് നമ്മൾ ടെൻറ്റിൻ്റെ സർഫസുകളൊക്കെയാണല്ലോ മറയ്ക്കുക. ഓക്കെ, ലെറ്റ് മീ ഡ്രോ എ ഫിഗർ ഫോർ യു. അപ്പം നിങ്ങൾ ഏറ്റവും താഴത്തെ പോർഷൻ, ടെൻറ്റിൻ്റെ താഴത്തെ പോർഷൻ സിലിണ്ടറാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ സിലിണ്ടർ വരയ്ക്കുന്നു. സിലിണ്ടർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്നത് സിലിണ്ടറിൻ്റെ ഡയമീറ്ററാണ് ഹൈറ്റിനേക്കാൾ കൂടുതലെന്ന് വ്യക്തമാണ്. കാരണം എന്താണ്? സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് വാട്ട്? ഹൈറ്റ് ഈസ് ഗിവൺ ആസ് 2.1 meter ആൻഡ് ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് വാട്ട്? 4 meter. അതായത് ഡയമീറ്ററാണ് ഹൈറ്റിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇതാണ് ഡയമീറ്റർ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം ഈ ഡയമീറ്റർ ഹൈറ്റിനേക്കാൾ കുറച്ച് കൂടുതലാക്കി വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം the height is given as 2.1 meter, no? So height of the cylindrical portion is given as 2.1 meter. And what is diameter?
Diameter is given as what? This is also diameter. And what that diameter? Diameter is 4 meter. So diameter is 4 meter. 4 meter. Then what can be the radius? Just take the half, 2 meter. So this is what is radius. And you have to make sure all the units are same or not. You have to make sure that, please. And it is having a conical top, no? So this cylindrical portion is surmounted by a conical top. That is in the mugular cone under. അപ്പം ഒബ്വിയസ്ലി നമ്മൾ ഇതിൽ കോണിൻ്റെ നമുക്ക് സ്ലാൻഡ് ഹൈറ്റാണ് തന്നിട്ടുള്ളൂ, റേഡിയസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ തോന്നാം, സാർ ഈ കോണിൻ്റെ റേഡിയസും അതോ സിലിണ്ടറിൻ്റെ റേഡിയസും ഈക്വൽ ആണോ, അല്ലെങ്കിൽ കോണിൻ്റെ ഡയമീറ്ററും സിലിണ്ടറിൻ്റെ ഡയമീറ്ററും ഈക്വൽ ആണോ, അതായത് കോൺ കുറച്ചും കൂടെ വലിപ്പത്തിലായിരിക്കുമോ സിലിണ്ടറിൻ്റെ മുകളിൽ നിൽക്കുന്നത്, അതായത് കോൺ ചെറുതാവാനുള്ള സാധ്യതയുണ്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിൽ ഈ ആ ഇൻഫർമേഷൻ ഇതിൽ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, അങ്ങനത്തെ സംശയങ്ങൾ വരാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് ടെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഈ എന്താണ് മുകളിലത്തെ ബേസിൻ്റെ അതേ ഡയമീറ്ററുള്ള ഒരു ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ നമ്മൾ കോണിക്കൽ ടോപ്പ് ഉണ്ടാക്കുക, അല്ലേ? ഇല്ല, നമ്മൾ ഇതേ ഡയമീറ്ററുള്ള ഒരു കോൺ തന്നെയായിരിക്കും നമ്മൾ മുകളിൽ വെക്കുക. കാരണം ടെൻറ്റ് ഏകദേശം ആ ഷേപ്പിൽ തന്നെയാണല്ലോ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു അസംഷൻ മുന്നോട്ട് നീങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇനി സപ്പോസ് ഇതിൻ്റെ ഡയമീറ്റർ ഡിഫറൻറ്റ്, കോണിൻ്റെ ഡയമീറ്റർ ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നേനെ. അപ്പോൾ ഇവിടെ തരാത്തതുകൊണ്ട് ഇതിൻ്റെ ഡയമീറ്ററും ഈക്വൽ ആണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ദാറ്റ് മീൻസ് ഡയമീറ്റർ ഓഫ് ദ കോണിക്കൽ, diameter of the conical top will be same as that of the diameter of the cylinder, that is 4 meter. So of course radius will be what? Radius of the cone also will be what? 2 meter. You may understood. And see, slant height is given. Slant height of the conical top is given. So can I mark slant height like this? No. This is the what? This is height of the cone. This is what? Height of the cone. Are you following? Yes. And this is what is radius. We have marked already. That radius will be equal to the radius of the cylinder. We understood now. And where I can represent the slant height? See this distance, no? This distance. That is what is slant height. We can mark the slant height by L. That slant height L is given as what? 2.8 meter. Okay. But height is not given. Are you following? Yes. And you may understood that, no? So let me express the height of the cone as h1, and this h1, what this h1 stands for? H1 stands for the height of the conical portion. And let me represent this height, no? We have marked the height of the cylindrical portion as 2.1 meter. Let me mark it as h2. Here h2 represents the height of the cylindrical portion, because of course you may understood that height of the conical portion and height of the cylindrical portions are different. Okay. സോ അത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, കാരണം രണ്ടിൻ്റെ ഒരേ ഹൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കുമെന്നുള്ളൊരു നമുക്കൊരു ഊഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ h1 ഇതിന് ഹൈറ്റും കൊടുക്കുന്നു, ഇതിന് h2 എന്നും കൊടുക്കുന്നു. Any problem? No. h2 represents height of the cylinder and h1 represents the height of the conical portion. And it is the time to write all the things. What here it is given that radius of the cylinder is equal to what? You can write like this: radius of the cylinder is equal to radius of the cone is equal to 2 meter. Then and height of the cylindrical portion is nothing but 2.1 meter, and slant height of the conical portion is what? 2.8 meter. Okay. And let me come to the point. What we are supposed to calculate here? Find the area of the canvas used, isn't it? So here the question is what? Question is to calculate area of canvas used, area of canvas used. And you may understood that area of canvas used is nothing but its surface area. Why? Because all the surface we are going to cover by canvas. So area of the canvas used is nothing but the surface area. Which all surface I am going to cover by canvas? It is already mentioned that the base of the tent. This is what is base of the tent. That is, we are not going to cover it by canvas. So no need to think about the base, because we are not going to cover it by using canvas. So in order to find out the area of the canvas used, we are not going to consider this base, because we are not going to cover that. And which all surface we are going to cover? Anyway, caved surface of the cylinder we are supposed to cover, no? So caved surface area of cylinder. Then caved surface area of the conical portion also we are supposed to cover. So caved surface area of cone. And these are the only two surfaces we are going to cover. And this is not visible to you, no? See, this base is not visible to you, so no need to cover that. നിങ്ങൾക്കറിയാം, സർഫസ് മാത്രമാണ് നമ്മൾ ക്യാൻവാസ് കൊണ്ട് കവർ ചെയ്യുള്ളൂ. ഈ ബേസ് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് അത് നമ്മൾ കവർ ചെയ്യുന്നില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ക്ലിയർ, നോ? യെസ്. ആൻഡ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ പ്ലസ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ വിൽ ഗിവ് യു ദ ആൻസർ. ഓക്കെ. നൗ യു ജസ്റ്റ് സീ
Which is the formula for calculating curved surface area of cylinder? Of course, that is 2 pi rh. And here we have marked the height of the cylinder as h2, no? So while we are writing 2 pi rh, you have to specify it as 2 pi rh2, because we have mentioned the height of the cylindrical portion as h2 plus curved surface area of cone, which is a formula, of course, pi rl. So pi rl, and you know this r radius of the cylinder and this r cone radius of the cone, both are equal. That's why I am not marking it as r1 and r2. If they are different, you are supposed to mark it as r1 and r2. Since they are equal, no need to write it as r1 and r2. And now just see which all terms you can take outside. You may understood that both r are same, so you can take r outside, and pi also you can take outside. That means pi r you can take outside. Okay, അങ്ങനെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, r ഔട്ട്സൈഡ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ ആറും സെയിം ആയിരിക്കണം. ആയതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, pi r. പക്ഷേ pi എടുക്കാം, pi is a constant, no. So what will remain in the first time? 2h2 will remain. When you take pi r outside from the second time, what will remain? L will remain. So pi you can substitute as it is known as 22/7 you can substitute. And what this r is given as 2, no, 2s. Then 2 into h2. What this h2 stands for? Height of the cylinder, because h2 came from cylinder. So 2.1, and plus what this L, 2.8. Okay, now just see, it become 22/7 into 2 into, okay, that is 2 into 2.1, 4.2 plus 2.8, isn't it? Then what is this 4.2 plus 2.8? 7, no? So 22/7 into 2 into 7. That 7 and this 7 will get cancelled. 22 into 2 is 44 meter square is the required area of the canvas used. And the second sub question. Let us think about the second sub question. It is given that find the cost of the canvas of the tent at the rate of 500 rupees per 1 meter square. So this much area of the canvas is needed to make the tent, no? And it is given that for 1 meter square you are supposed to spend an amount on the canvas. That amount is 500 rupees. That means 1 meter square canvas മേടിക്കണമെങ്കിൽ നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം? 500 രൂപ സ്പെൻഡ് ചെയ്യണം. Are you following me? അപ്പോൾ എത്ര മീറ്റർ സ്ക്വയർ ക്യാൻവാസ് വേണം നിങ്ങൾക്ക്? 44 meter square. So for 44 meter square, how much amount you are supposed to calculate? Supposed to spend. For 1 meter square the amount is 500 rupees. So 44 meter square what? For 500 into 44 അല്ലേ? ഒരു മഞ്ചിന് 10 രൂപ, 2 മഞ്ചിന് എത്ര? 2 into 10. അതുപോലെ തന്നെ 1 മീറ്റർ സ്ക്വയറിന് 500 രൂപയാണെങ്കിൽ 44 മീറ്റർ സ്ക്വയറിന് എത്ര? 500 into 44. This will give you the total amount required. What is that? This much amount you are supposed to use. That means 22,000 rupees you are supposed to use on the tent, isn't it? So this much rupees is needed for buying canvas. This is your answer. You may understand the question well, no? Okay, now you just read out the 8th question. From a solid cylinder, what do you mean by solid cylinder? Solid cylinder is nothing but, for example, wooden cylinder. Wooden cylinder is a solid cylinder. അതായത് ഉള്ളിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉള്ള, ഉദാഹരണത്തിന് മണ്ണ് കൊണ്ട് നിങ്ങളൊരു സിലിണ്ടർ ഉണ്ടാക്കിയാൽ അത് സോളിഡ് സിലിണ്ടറാണ്. മരം കൊണ്ടൊരു സിലിണ്ടർ ഉണ്ടാക്കിയാൽ അത് സോളിഡ് സിലിണ്ടറാണ്. ഇനി എന്താണ് ഹോളോ സിലിണ്ടർ? ഉള്ളിൽ ഹോളായിട്ടുള്ള, ജസ്റ്റ് ലൈക്ക് PVC pipe. So solid cylinder you may understood. It's a thing about wooden cylinder. From a solid cylinder whose height is 2.4 meter, its height is given as 2.4 centimeter, and the diameter is given as 1.4 centimeter. That cylindrical wooden cylinder അല്ലെങ്കിൽ solid cylinder height is given as 2.4 centimeter and diameter is given as 1.4 centimeter. A conical cavity of the same height and diameter is hollowed out. എന്ന് വെച്ചാൽ എന്താ? ഈ വുഡൻ സിലിണ്ടറിൽ നിന്നും ഇതേ ഡയമീറ്ററും സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയമീറ്റർ, അതായത് ഇതേ ഡയമീറ്ററും ആ സിലിണ്ടറിൻ്റെ അതേ ഡയമീറ്ററും സിലിണ്ടറിൻ്റെ അതേ ഹൈറ്റുമുള്ള ഒരു കോണിക്കൽ ക്യാവിറ്റി, എന്ന് വെച്ചാൽ എന്താ? ഒരു കോണിക്കൽ ഒരു ഡിപ്രഷൻ എന്ന് നിങ്ങൾക്ക് പറയാം. കോണിക്കൽ ക്യാവിറ്റി ഇങ്ങനെ തുരന്നെടുത്തു, അതായത് ഇങ്ങനെ മുറിച്ചെടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഈസ് ഹോളോഡ് ഔട്ട്, അതായത് തുളച്ചെടുത്തു എന്നാണ് ഹോളോഡ് ഔട്ടിൻ്റെ അർത്ഥം. ഫൈൻഡ് ദ total surface area of the remaining solid to the nearest centimeter square. Okay, nearest centimeter square I will explain that. So you may understood the question, no? Let me draw a figure and explain. See, നല്ല മഴയാണ് കണ്ടല്ലേ? നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ടിൻ്റെ ഒരു ചെറിയൊരു
എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പരമാവധി ക്ലോസ് ആയിട്ട് നിന്നിട്ടാണ് പറയുന്നത്. ഓക്കെ. പിന്നെ മാത്രമല്ല, ഞാൻ ഇന്നും ഷൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം വേറെയാണ്. മീൻസ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ചെറിയൊരു ആ ഒരു ഡിഫറൻസൊക്കെ ഉണ്ടാവും. നിങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. ഓക്കെ. എങ്ങനെ നിങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ല, വോയിസ് മാത്രം കേൾക്കാം, വീഡിയോ കാണാം. ഓക്കെ. So let me draw a figure from a solid cylinder, isn't it? From a solid cylinder. So let me draw a solid cylinder. It is not hollow. A solid cylinder. Its height is given as 2.4 centimeter, isn't it? Height is given as 2.4 centimeter. So height is equal to 2.4 centimeter. Then what is given? Its diameter is given as 1.4 centimeter. So this is what is diameter. So let me convert in terms of radius. Radius will be 1.4 divided by 2, isn't it? എന്താണ് 14ൻ്റെ പകുതി 7. അപ്പോൾ 1.4ൻ്റെ പകുതി എത്രയായിരിക്കും? 0.7. യു മേ അണ്ടർസ്റ്റുഡ്, നോ? ഓക്കെ. 14ൻ്റെ പകുതി 7 ആണല്ലോ. അപ്പോൾ 1.4ൻ്റെ പകുതി 0.7. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് റേഡിയസ്. ഇതിൽ നിന്നും ഇതൊരു വുഡൻ സിലിണ്ടർ ആണെന്ന് വിചാരിക്കാം. ഇതിൽ നിന്നും ഒരു കോണിക്കൽ ക്യാവിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കണം. എങ്ങനെയാണ് കോണിക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വുഡൻ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ഒരു കോൺ ഇങ്ങനെ നിങ്ങൾ തുരന്നെടുക്കുന്നു. ഒരു കോൺ ഇങ്ങനെ നിങ്ങൾ തുരന്ന്, എന്താണ്, ഇപ്പോൾ ഒരു കത്തി കൊണ്ടാണെങ്കിൽ ആ ഒരു കോൺ തുരന്നെടുക്കണം. അതായത് ഇങ്ങനെ മരത്തിൻ്റെ വുഡിൻ്റെ മെറ്റീരിയൽ മാറ്റി ഒരു കോൺ തുരന്നെടുത്തു, കുഴിച്ചെടുത്തു. ഒരു കോൺ ഇവിടെ ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് ഹെമിസ്ഫിയർ തുരന്നെടുക്കുന്ന ഡിപ്രഷനൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കേസ് പരിചയപ്പെടുന്നത്. ഇവിടെ കോണാണെന്ന് മാത്രമേ ഉള്ളൂ. ആ കോണിക്കൽ ക്യാവിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ആ കോണിക്കൽ ക്യാവിറ്റിയുടെ ഹൈറ്റും ഡയമീറ്ററും വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. isn't it? A conical cavity of the same height and the same diameter is hollowed out. അതായത് ഈ സിലിണ്ടറിൻ്റെ അതേ ഹൈറ്റിലുള്ള ക്യാവിറ്റി ആയിരിക്കും ഉണ്ടാക്കുന്നത്, അതേ ഡയമീറ്ററുള്ള ക്യാവിറ്റി. അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ നിങ്ങൾ പല രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ട വന്നാൽ. അതാ ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ ഒരു സിലിണ്ടർ ആണെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ കോണിക്കൽ ക്യാവിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു കോണിക്കൽ ക്യാവിറ്റി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതേ ഡയമീറ്ററും ഇതേ ഹൈറ്റുള്ള കോണിക്കൽ ക്യാവിറ്റി എന്ന് വെച്ചാൽ ഇതേ ഡയമീറ്ററും ഇതേ ഹൈറ്റുമുള്ള ഒരു കോണിക്കൽ ക്യാവിറ്റി ഉണ്ടാക്കണം. നോക്കി, ഇപ്പം നോക്കി, ഇത് നിങ്ങൾ ഈ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ വീണ്ടും പറയുന്ന ഒരു വുഡൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളൊരു കോണിക്കൽ ക്യാവിറ്റി ഇങ്ങനെ തുരന്നെടുത്തു. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ ഇത് ഇമാജിൻ ചെയ്യുക നിങ്ങൾ മനസ്സിൽ. ഒരു വുഡൻ സിലിണ്ടർ ആയിരുന്നത്, അത് നമ്മൾ എന്തെങ്കിലും ഒരു കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് നമ്മൾ കോൺ ആകൃതിയിലുള്ള ഒരു കുഴി ഉണ്ടാക്കി. ആ കുഴിയുടെ ആഴം എന്താണ്? ആ കുഴിയുടെ ഡെപ്ത് എന്തായിരിക്കണം? വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. അതായത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്രയുണ്ടോ അത്രയും ആഴം ഉണ്ടായിരിക്കണം ആ കുഴിക്ക്. ഇനി സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എത്രയാണോ അതേ ഡയമീറ്റർ, ഇത് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ തന്നെയല്ലേ ഇപ്പോൾ ആ കോണിൻ്റെ ഡയമീറ്ററും. സോ റേഡിയസ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ വാട്ട്? റേഡിയസ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ സിലിണ്ടർ. Radius will be 0.7 itself, and you may understood. ഇതിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. ഓക്കെ, ആൻഡ് ഹിയർ വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? Find the total surface area of the remaining solid to the nearest centimeter square. And see, so let me calculate the total surface area. That is the question. Nearest to centimeter square, and leave it. We will explain it last. So anyway, question is to calculate what? Total surface area. Total surface area എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പെയിൻറ്റും ബ്രഷും തരുന്നു, എന്നിട്ട് നിങ്ങൾ പെയിൻറ്റ് അടിക്കാൻ പറയുന്നു. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എന്താ ഉള്ളത്? ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിൽ ഒരു കോണാകൃതിയിലുള്ള കുഴി നമ്മൾ എടുത്ത് വെച്ചുകയാണ്. ഇത് നിങ്ങൾ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ എവിടെയൊക്കെ പെയിൻ്റ് അടിക്കും? അപ്പം നിങ്ങൾക്ക് സംശയം വരാം, സാർ ഇതിൻ്റെ താഴെ ഭാഗം പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? താഴെ ഭാഗം ഓപ്പൺ ആയിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും? എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. വൈ? ബിക്കോസ് ഇറ്റ്സ് എ വുഡൻ സിലിണ്ടർ. അപ്പോൾ താഴെ ഭാഗം പെയിൻ്റ് അടിച്ചുകൂടെ? പെയിൻ്റ് അടിക്കാം. അപ്പോൾ താഴെ ഭാഗം പെയിൻ്റ് അടിക്കുന്നു. പിന്നെ നിങ്ങൾ എന്താ പെയിൻ്റ് അടിക്കുക? പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇത് പൊന്തിക്കാൻ പറ്റുമോ, ഉയർത്താൻ പറ്റുമോ എന്നൊക്കെ. പറ്റൂലേ? ഇതാ ആകെ കുറച്ച് സെൻറ്റിമീറ്റർ അല്ലേ ഹൈറ്റ് ഉള്ളൂ, ഇതൊരു ബിൽഡിംഗ് ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് പൊന്തിക്കാനൊക്കെ പറ്റും. അപ്പോൾ താഴെ ഭാഗം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം, അത് ക്ലോസ്ഡ് ആണ്. പിന്നെ ഏത് ഭാഗം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം? കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം. ഇത് സിലിണ്ടറിൻ്റെ ചുറ്റുഭാഗം അടിക്കാം, കേവ്ഡ് സർഫസ് ഏരിയ. അത്രയും അടിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മുകൾ ഭാഗം അടിക്കാൻ പറ്റുമോ? ഇല്ല. മുകൾ ഭാഗം എന്താണ്? ഒരു ഹോളാണ് അല്ലേ? സിലിണ്ടറിൻ്റെ മുകൾ ഭാഗം ഉണ്ടോ ഇപ്പം? ഇല്ല, അവിടെ ഒരു ഹോളാണ്, പഠിക്കാൻ പറ്റില്ല. അപ്പോൾ താഴെ ഭാഗം സിലിണ്ടറിൻ്റെ പെയിൻ്റ് അടിച്ചു, കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ അടിച്ചു. പിന്നെ നിങ്ങൾ എവിടെ അടിക്കുക? ആ ബ്രഷ് എടുത്ത് പെയിൻറ്റിൽ മുക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉള്ളിലുള്ള കോണിക്കൽ പോർഷൻ്റെ കേവ്ഡ് ആയിട്ടുള്ള പോർഷൻ മൊത്തം പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിച്ചുകൂടെ? കോണിക്കൽ പോർഷൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോണിക്കൽ പോർഷൻ, അല്ലെങ്കിൽ ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോണിക്കൽ പോർഷൻ നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചുകൂടെ? ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇതിൻ്റെ കേവ്ഡ് കോണിക്കൽ പോർഷൻ്റെ കേവ്ഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ പെയിൻ്റ് അടിച്ചുകൂടെ? അപ്പം ഏതൊക്കെ ആണ് ചുരുക്കം പറഞ്ഞ ടോട്ടൽ സർഫസ് ഏരിയയിൽ ഉൾപ്പെടുക? പറ. ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ you can easily paint out, isn't it?
So you can mention it as lower base area of the cylinder. Then caved surface area of the, tell me very fast, caved surface area of the cylinder, you can easily paint it out. Then what we can paint it out? Caved surface area of cone, you can paint it out. Are you following me? Caved surface area of the cone also can be painted, isn't it? So which is the formula calculating base area of the, see, actually നമ്മൾ കോണിൻ്റെ ഹൈറ്റും സിലിണ്ടറിൻ്റെ ഹൈറ്റും ഒക്കെ സെയിം ആയതുകൊണ്ടാണ് എച്ച് എന്ന് മാത്രം ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടിൻ്റെയും ഹൈറ്റ് കോമൺ ആണ്, അതുകൊണ്ട് രണ്ടിൻ്റെയും റേഡിയസും കോമൺ ആയതുകൊണ്ടാണ് ആറ്. ഇനി സപ്പോസ് ഡിഫറൻറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഒന്നിനെ R1 മറ്റേ R2, ഒന്നിനെ H1 H2 എന്നൊക്കെ വിളിക്കായിരുന്നു. ഇവിടെ കോമൺ ആയതുകൊണ്ട് നോ പ്രോബ്ലം. വിച്ച് ഇസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ബേസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ? ബേസ് ഇസ് എ സർക്കിൾ. ഇൻ ദ കേസ് ഓഫ് എ സിലിണ്ടർ ബേസ് ഇസ് എ സർക്കിൾ, ഇറ്റ്സ് ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ. സോ എന്താണ് ബേസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അത് സർക്കിൾ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ ആണ്. പ്ലസ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ ഫോർമുല 2 പൈ ആർ എച്ച്. Then which is the formula for calculating caved surface area of cone? Formula is pi RL. So R is with you, H is with you. Here H represents the height of the cylinder, that is with you. Here this R is with you. R is nothing but the radius of the cone, that is equal to the radius of the cylinder, that is with you. But L is not with us. L is not with us. So it is the time to calculate L. So let us calculate L. Which is the formula to calculate L? Which is the relationship between L, H and R of a cone? L square is equal to H square plus R square. This relation can be used because H and R of the cone is given here. Which is the height of the cone? Height of the cone is nothing but it is equal to the height of the cylinder, that is nothing but what? 2.4 centimeter. So 2.4 square plus what is R? R stands for the radius of the cone, that is equal to the radius of the cylinder in this case. So that is nothing but 0.7 square. I think it is very clear, no? Yes. ചില കുട്ടികൾ ഞാൻ കണ്ടു ആൺഹന്യാണെന്ന് തോന്നുന്നു, ഞാൻ ബാക്കി അതാണ് ശ്രദ്ധിച്ചത് ഞാൻ, അതാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളൂ. 2.4നെ 24/10 0.7നെ 7/10 ഒക്കെ എഴുതിയിട്ട് സ്ക്വയർ എടുത്ത കുട്ടികളുണ്ട്. അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് അങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്കങ്ങനെ ചെയ്ത് നോക്കണം. ഇവിടെ നിങ്ങളുടെ ഇഷ്ടം, ചെയ്യണമെങ്കിൽ ചെയ്യാം. 2.4നെ 24/10 എഴുതി 0.7നെ 7/10 എഴുതി വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. 2.4ൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് എടുക്കാം, 0.7ൻ്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് ചെയ്യാം. അല്ലെങ്കിൽ 2.4 ക്യാൻ യു റൈറ്റ് ഇറ്റ് ആസ് 24/10? എസ് ഓഫ് കോഴ്സ്. സോ 2.4 സ്ക്വയർ വിൽ ബി വാട്ട്? 24/10 സ്ക്വയർ. 0.7 can you write it as 7/10? Of course, because one decimal position is there, so divide by 10. If there exists two decimal position, divide by 100. I think you are following me. If you have any doubt, just call me if you feel any doubt. So 2.4 I am replacing by 24/10 all square, and 0.7 I am replacing by 7/10 all square. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. Then it can be written as 24 square by 10 square. What is 24 square? I think 24 square is 576, 10 square is 100, 7 square is 49, 10 square is 100. നിങ്ങളൊരു 1 മുതൽ 30 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ ഒക്കെ ബൈ ഹാർട്ട് പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഐ റിപ്പീറ്റ്, very very useful. If you are ready to by heart the square from 1 to 30 at the time of when you want to calculate 24 square, you can easily write that without multiplication, isn't it? So it is better to by heart that. Try to by heart, and the square root also. Okay, so you may understood that. Then what is denominator is same, just write that. How to add two rational number with the denominator same, just write the denominator as it is common. Then 576 plus 49, 576 plus 49 is nothing but 625. So we got the value of L square as this one. Then what will be L? Square root of this one. L square is equal to 625 by 100. Then what will be L? Square root of this one, no? So square root of 625 by 100. What is square root of 625? 25. What is square root of 100? 10. You may understood. So we got the value of L as 25 by 10. Or what is 25 by 10? 2.5. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. വളരെ എളുപ്പത്തിൽ കിട്ടും, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതും കിട്ടും, അല്ലാണ്ട് ചെയ്താലും എളുപ്പത്തിൽ കിട്ടും. നിങ്ങളെ കൺവീനിയൻറ്റ് ഉപയോഗിച്ച് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. L is nothing but 2.5. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും മെത്തേഡൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം, ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, we need that. Okay, so you may understand the value of L. Okay, and just substitute here. Now let me before substituting, can I take anything outside? Because we already understood that R is common in the case of cylinder, and in the case of cone R is common, so we can easily take R outside, and pi also is there, so just take outside. അത് ഒരു വലിയൊരു ഭാരം കുറയും ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ. പൈ ആർ ജസ്റ്റ് ടേക്ക് ഔട്ട്സൈഡ്. ഇഫ് യു ടേക്ക് പൈ ആർ ഔട്ട്സൈഡ് ഹിയർ 1 R will remain. Then when you take pi r outside, 2h will remain in the second time. When you take pi r outside from the third time,
L only will remain. Then substitute 22 by 7 into what is R. R is nothing but 0.7. See, we got the value of R as 0.7. No, just write that. So instead of 0.7, can I write 7 by 10? Of course, no problem. And R is 0.7. See, this R I have replaced as 7 by 10. ഈ R നെ 0.7 തന്നെ എഴുതുന്നു. നോക്കാം, നമുക്ക് വേണമെങ്കിൽ അവസാനം റീപ്ലേസ് ചെയ്യാം. Then 2 into H. 2 into H means 2 into height of the cylinder. No? Height of the cylinder is 2.4. So 2 into 2.4 is nothing but what? 4.8. You understood, no? Then L value we got it as 2.5. Okay. So this 7 get cancelled. So what will remain? 22 by 10 will remain here. Then just add all these terms. 0.7 plus 4.8 plus 2.5. No? I think it is 8, no? 8.0 or 8. We got the value of it as 8. Now we can cancel this 8 and 10 by which number? 2, 4, then 5. By 2 I have cancelled. Then answer will be 22 by 5 centimeter square. Now, you know, if you have time, just calculate calculate this amount in decimals. If you are not having any time while you are writing board exam, just leave a space and അവസാനം സമയം കിട്ടുമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ 22 by 7 നമുക്ക് കണ്ടുപിടിക്കാം. 22 by 5. So let me ask you a question. 22 by 5 പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 22നെ 5 കൊണ്ട് ഡിവൈഡ് ഇച്ചിരി കഷ്ടപ്പെടില്ല, കുറച്ച് സമയം എടുക്കില്ല. നമുക്ക് ആ സമയം ലാഭിക്കാം. എന്ത് ചെയ്യുന്നറിയോ? ജസ്റ്റ് മൾട്ടിപ്ലൈ ഇൻ ദ ഡിനോമിനേറ്റർ ഓൾസോ വിത്ത് 2, ന്യൂമറേറ്റർ ഓൾസോ വിത്ത് 2. So you can ask me why we are multiplying like this. Can we multiply like this? Yes, of course, by the same number we can multiply numerator and denominator. So what is the advantage? You can see in the very next step. What is 22 into 4? 44. 22 into 2 is 44. Then 5 into 2 is 10. So what is 44 by 10? 4.4. See, we got it as 4.4 centimeter square. See, answer is 4.4 centimeter square. ഇപ്പോൾ മനസ്സിലായില്ല അതിൻ്റെ ഉപയോഗം എന്താണെന്ന്? താഴെ 10 ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണല്ലോ, ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതിയല്ലോ. 4.4. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു, ബാക്ക് സൈഡിൽ ആൻസർ നോക്കട്ടെ. ബാക്ക് സൈഡിൽ ആൻസർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അശ്രദ്ധ എൻ്റെ കൂടപ്പുറപ്പാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ 4ഉം 5 ആണ് വന്നത് അല്ലേ. പക്ഷേ ഞാനിവിടെ എന്താണ് ചെയ്തത്? അപ്പോൾ നമ്മളിവിടെ 22 into 4 ചെയ്യേണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ എന്താ വരിക? 88 by 5 ആണ് വന്നത് അല്ലേ. അതെ, 88 by 5 ആണ് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു തെറ്റ് പറ്റി, ചെക്കൻ കരയുന്നുണ്ട്, എന്താ പോയി നോക്കട്ടെ. ഇവിടെ ഒരു തെറ്റ് പറ്റി. ഇവിടെ കാരണം ഇത് ക്യാൻസൽ ചെയ്തപ്പോൾ ഞാൻ 22 by 5 മാത്രമേ എഴുതിയിട്ടുള്ളൂ. 22 into 4 ഉണ്ട് ശരിക്കും. അതാണ് 22 into 4 88 by 5 ആണ് ശരിക്കും വരിക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ 2 വശത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 176 ഡിവൈഡ് ബൈ 10 എന്ന് വരും അല്ലേ. 176 by 10 എന്ന് വരും. അതായത് 17.6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് റിയൽ ആൻസർ വരിക. സോറി ഫോർ ദ മിസ്റ്റേക്ക് വിച്ച് ഐ മെയ്ഡ്. അതായത് ഇതാണ് ആൻസർ, ഇതാണ് പ്രോപ്പർ ആൻസർ ശരിക്കും. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് റൗണ്ട് ചെയ്യാൻ, ഇതിനെങ്ങനെ റൗണ്ട് ചെയ്യും? 17.5 17.5 ചെറുതോ ആണെങ്കിൽ 17 നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഉദാഹരണത്തിന് 5.5 എങ്ങനെ റൗണ്ട് ചെയ്യാമെന്നറിയോ? 5.5 റൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ 6 റൗണ്ട് ചെയ്യണം. ഇനി സപ്പോസ് 5.4 ആണെങ്കിൽ നിങ്ങൾ അതിനെ റൗണ്ട് ചെയ്യുമ്പോൾ 5ലോട്ട് റൗണ്ട് ചെയ്താൽ മതി. റൗണ്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ റൗണ്ട് ഓഫ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം. അതായത് ഇവിടെ പറയുന്ന ഇതാണ്, 5.4 എന്ന് പറയുമ്പം ഇത് 5.4 എന്ന് പറയുമ്പോൾ 5.5 5.5 അല്ലെങ്കിൽ 5.5 കുറവല്ലേ. 5.5 നമ്മൾ 5 എന്ന് പറയുന്നത്. അപ്പോൾ 5.4 എന്ന് പറഞ്ഞാൽ 5.5 കുറവല്ലേ. അങ്ങനെ കുറയുന്ന സാഹചര്യത്തിൽ ഈ നമ്പറിലോട്ട് റൗണ്ട് ചെയ്യുക. ഉദാഹരണത്തിന് 16.4 എങ്ങനെ റൗണ്ട് ചെയ്യുക? 16, കാരണം ഇത് 16.4, അത് 16.5 കൂടുതലാണ്. അപ്പോൾ 16 റൗണ്ട് ചെയ്യുക. ഉദാഹരണത്തിന് 16.5 ആണെങ്കിലോ 16.5 നമ്മൾ എങ്ങോട്ടാണ് റൗണ്ട് ചെയ്യാന്നറിയോ? 17ലോട്ട് റൗണ്ട് ചെയ്യും. 16 വെച്ചാൽ 17ലോട്ട് റൗണ്ട് ചെയ്യും. ഇനി 16.6 ആണെങ്കിലോ അതും 17ലോട്ട്. ഒരു സാധനത്തിൻ്റെ അര, അതായത് ഉദാഹരണത്തിന് 16 ആണെങ്കിൽ 16.5 16.5 കൂടുതലോ ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത നമ്പറായ 17ലോട്ട് റൗണ്ട് ചെയ്യും. ഇനി സപ്പോസ് 16.5 കുറവാണെങ്കിൽ 16ലോട്ട് റൗണ്ട് ചെയ്യും. ഇനി ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു നിർത്താം. 8.4 എങ്ങനെ റൗണ്ട് ചെയ്യുക? 8ലോട്ട് റൗണ്ട് ചെയ്യും. 8.3 എന്തിലോട്ട് റൗണ്ട് ചെയ്യും? 8ലോട്ട് റൗണ്ട് ചെയ്യും. 8.2 എന്തിലോട്ട് റൗണ്ട് ചെയ്യും? 8ലോട്ട് റൗണ്ട് ചെയ്യും.
ഇനി 8.4 നമ്മൾ പറഞ്ഞു 8.1 എന്തിലോട്ട് റൗണ്ട് ചെയ്യും 8 കാരണം എന്താ ഇതൊക്കെ 8.5 താഴെയാണെങ്കിൽ 8 റൗണ്ട് ചെയ്യാം നമുക്ക്. ഇനി സപ്പോസ് 8.5 ആണെങ്കിൽ എങ്ങോട്ട് റൗണ്ട് ചെയ്യും 9, 8.5 കൂടുതലായ 8.6 ആണെങ്കിൽ എന്ത് ചെയ്യും 9 റൗണ്ട് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 17.6 എന്ന് വെച്ചാൽ 17 കൂടുതലാണ്. അപ്പോൾ എന്തിലോട്ട് റൗണ്ട് ചെയ്യും 18 റൗണ്ട് ചെയ്യും. സോ ആൻസർ വിൽ ബി 18 cm². ഇഫ് യു നോട്ട് അണ്ടർസ്റ്റുഡ് ദിസ് ലീവ് ഇറ്റ്, ജസ്റ്റ് റൈറ്റ് ദിസ് ആൻസർ എനഫ്. നിയറസ്റ്റ് സെൻറ്റിമീറ്റർ² പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇതിൽ ശരിക്കും ഒരു വാല്യൂ ഇല്ല, നമ്മൾ അടുപ്പിച്ചു. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ എന്താണ് പറയുക, നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരില്ലേ നമ്മൾ. ഇപ്പം 18.5 മാർക്കാണെങ്കിൽ നമ്മളത് 19 ആക്കും റൗണ്ട് ചെയ്യുമ്പം. 18.75 19 ആക്കി തരും കണ്ണിച്ചോര ഉള്ളവർ. അപ്പോൾ കണ്ണിച്ചോര ഉള്ളവർക്കാണ് ഈ നിയറസ്റ്റ് സെൻറ്റിമീറ്റേഴ്സ്. നിങ്ങൾക്ക് കണ്ണിച്ചോര ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം. ആൻഡ് അയ്യോ, ഇതൊരു എന്താണത് നമ്മുടെ ചളിയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, പറയാൻ പറ്റില്ല, വീഡിയോ ഇറങ്ങുമെന്നല്ല വിചാരിച്ചാ മൊത്തേ. So this is the answer for the question. See, so the last question in this exercise, question number 9. A wooden article was made by scooping. What do you mean scooping? Scooping എന്ന് വെച്ചാൽ ഹോളോ ആക്കി എടുക്കുക, കുഴിച്ചെടുക്കുക എന്നുള്ളതാണ് സ്കൂപ്പിങ്ങിൻ്റെ അർത്ഥം. സ്കൂപ്പിംഗ് എന്ന് വെച്ചാൽ കുഴിച്ചെടുക്കുക എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. എ വുഡൻ ആർട്ടിക്കിൾ വാസ് മെയ്ഡ് ബൈ സ്കൂപ്പിംഗ് ഔട്ട് എ ഹെമിസ്ഫിയർ ഫ്രം ഈച്ച് എൻഡ് ഓഫ് എ സോളിഡ് സിലിണ്ടർ. അതായത് ഒരു സോളിഡ് സിലിണ്ടർ, സോളിഡ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മരത്തിൻ്റെ സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ രണ്ടറ്റത്ത് നിന്നും ഇതിൻ്റെ എ വുഡൻ ആർട്ടിക്കിൾ വാസ് മെയ്ഡ് ബൈ സ്കൂപ്പിംഗ് ഔട്ട് എ ഹെമിസ്ഫിയർ ഫ്രം ഈച്ച് എൻഡ് ഓഫ് എ സോളിഡ് സിലിണ്ടർ. അതായത് ഒരു സോളിഡ് സിലിണ്ടറിൻ്റെ രണ്ട് എൻഡിൽ നിന്നും എന്ത് നമ്മൾ കുഴിച്ചെടുക്കുന്നു, ഹെമിസ്ഫിയർ കുഴിച്ചെടുക്കുന്നു. ആ ഷോൺ ഇൻ ദ ഫിഗർ ഈസ് ഗിവൺ ഹിയർ. സി, ഒരു സോളിഡ് സിലിണ്ടർ ആയിരുന്നു, അതിൻ്റെ രണ്ടറ്റത്തിൽ നിന്നും ഒരു ചിരട്ടയാണെന്ന് വിചാരിച്ചാൽ പോരെ, ഒരു ചിരട്ടയുടെ ആകൃതിയിലുള്ള ചിരട്ടയുടെ അത്രയും പോർഷൻ ഇങ്ങനെ മാന്തി എടുക്കുന്നു. അതായത് ഇവിടെ ഒരു ഹെമിസ്ഫിയർ നമ്മൾ ഉണ്ടാക്കുന്നു, ഇവിടെ ഒരു ഹെമിസ്ഫിയർ നമ്മൾ ഉണ്ടാക്കുന്നു. ഒരേ ഡയമെൻഷൻ, ഒരേ സൈസുള്ള ഫിഗർ വളരെ ക്ലിയർ ആണ്. എന്തൊക്കെയാണ് ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? സിലിണ്ടറിൻ്റെ അതേ ഡയമീറ്റർ തന്നെയാണ് ഹെമിസ്ഫിയറിൻ്റെ എന്ന് മനസ്സിലായല്ലോ. സിലിണ്ടറിൻ്റെ അതേ ഡയമീറ്റർ തന്നെയല്ലേ ഹെമിസ്ഫിയറിൻ്റെയും, ചെറിയ ഹെമിസ്ഫിയർ ഒന്നുമല്ല, അതേ വലിപ്പത്തിലുള്ള ഹെമിസ്ഫിയർ തന്നെയാണ് കുഴിച്ചെടുക്കുന്നത്. And one more thing is given, if the height of the cylinder is given as 10 cm and its base is of radius 3.5 cm, find the total surface area of the article. Okay, see, cylinder, സിലിണ്ടറിൻ്റെ രണ്ടറ്റത്ത് നിന്നും നമ്മളൊരു ഹെമിസ്ഫിയർ ഇങ്ങനെ കുഴിച്ച് ഹോളോ ഔട്ട് അല്ലെങ്കിൽ ഹോളോ ഔട്ട് എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെങ്കിൽ സ്കൂപ്പ് ഔട്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഹെമിസ്ഫിയർ ഇവിടെയും കുഴിച്ചെടുത്തു, ഇവിടെ നമ്മൾ ഹെമിസ്ഫിയർ കുഴിച്ചെടുത്തു. ആൻഡ് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ? Height of the cylinder is given as, if the height of the cylinder is given as 10 cm, so height of the cylinder is given as 10 cm, so 10 cm. And base radius of the cylinder, and from the figure it is very clear that base radius of the cylinder is equal to the radius of the hemisphere, that is given as what? 3.5 cm. So radius itself given, not the diameter, 3.5 cm. Diameter ആണെങ്കിൽ നമ്മൾ റേഡിയസിലോട്ട് മാറ്റണം വന്നേനെ. അപ്പം ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും സിലിണ്ടറിൻ്റെ റേഡിയസും ഒക്കെ ഈക്വലാണെന്ന്. ആൻഡ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ പോർഷൻ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് ഗിവൺ. Okay, height of the cylindrical portion itself it is given as what? 10 cm. I think it is very clear, no? Okay, and now you just see, find the total surface area of the article. Very simple question, total surface area. If I am going to give you a paint and brush, which all surface you can easily paint it out? Tell me. ഏതൊക്കെയാണ് നിങ്ങളപ്പോൾ മനസ്സിലാക്കേണ്ടത്? കണ്ണടച്ചൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചൊക്കെ. ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു വുഡൻ സിലിണ്ടർ ആയിരുന്നു, അതിന് രണ്ടറ്റത്തും സിലിണ്ടർ ആകൃതിയിലുള്ള കുഴി ഉണ്ടാക്കി നമ്മൾ. ഹെമിസ്ഫിയർ ആകൃതിയിലുള്ള കുഴി ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പെയിൻ്റ് അടിക്കാം? ഓഫ് കോഴ്സ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്തായാലും പെയിൻ്റ് അടിക്കാം. കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ വി ക്യാൻ ഈസിലി പെയിൻറ്റ് ഇറ്റ് ഔട്ട്. എപ്പോഴും നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന കാര്യം ആലോചിക്കുക. എനിത്തിങ് റിലേറ്റഡ് ടു സർഫസ് ആണെങ്കിൽ വി ക്യാൻ ഈസിലി തിങ്ക് അബൌട്ട് ദ കേസ് ഓഫ് പെയിൻറ്റിങ്. കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ പെയിൻറ്റ് അടിക്കാം. ഇനി സിലിണ്ടറിൻ്റെ ഈ ഭാഗം പെയിൻറ്റ് അടിക്കാൻ പറ്റുമോ? നോ, ബിക്കോസ് ഇറ്റ് ഈസ് ഹോൾ. ഈ ഭാഗം നോ, ബിക്കോസ് ഇറ്റ് ഈസ് ഹോൾ. അപ്പം പിന്നെ നമുക്ക് എന്താ പെയിൻറ്റ് അടിക്കാൻ പറ്റുക? ബ്രഷ് ഇങ്ങനെ പിടിച്ചിട്ട് എന്താണ് മുകളിലുള്ള ഹെമിസ്ഫിയറിൻ്റെ ഇന്നർ കേവ്ഡ് ആയിട്ടുള്ള പോർഷൻ, ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ പെയിൻറ്റ് അടിച്ചുകൂടെ? അതുപോലെ താഴെ പെയിൻറ്റ് അടിച്ചുകൂടെ? പെയിൻറ്റ് അടിച്ചുകൂടെ മക്കളെ? പെയിൻറ്റ് അടിക്കാൻ പറ്റും. അതായത് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൂടെ? യെസ്. അപ്പം ഇതിൻ്റെ ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ അടിക്കാം. അതേ ഏരിയ ആയിരിക്കുമല്ലോ ഇവിടെ അടിക്കുക, കാരണം രണ്ടും ഒരേ എന്താണ് പറയുക,
ഒരു ഹെമിസ്ഫിയർ ആണല്ലോ. അതുകൊണ്ട് ഒരു ഭാഗത്തെ കേവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ, രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2 ഇൻറ്റു വാട്ട് ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് അടിച്ചാൽ മതി. അല്ലെങ്കിൽ രണ്ടിനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ചോദിച്ച് മൾട്ടിപ്ലൈ, രണ്ടും സെയിം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഡിഫറൻറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യണമായിരുന്നു. വിച്ച് ഇസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ? ഓഫ് കോഴ്സ് ദ ഫോർമുല ഈസ് 2πRh and 2 into which is the formula for calculating inner caved surface area of the hemisphere. Caved surface area of the, if it is inner or outer, formula is same, which is that 2πr square. I think it is very clear, and you may understood that here r is nothing but the r of the cylinder, here r is nothing but the r of the hemisphere, both are same. So in short, which all terms you can take it outside. This is first term, this is second term. Do not count it as first, second, third, because it is multiplication. It will bind the terms together. So this is first term, plus only will separate, plus or minus only will separate the term. This is your first term and this is your second term, which is common in both terms. 2 is common, pi is common, r is common. So what will remain in the first term? H. നിങ്ങൾക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നല്ലാണ്ട് നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ടെന്നും അറിയില്ല. നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നില്ല, ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ലൈവ് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം, റേഞ്ചിൻ്റെ പ്രോബ്ലം, പോർഷൻ തീരാത്തതിൻ്റെ പ്രോബ്ലം, ഒരു യൂസ്ലെസ് ആയിട്ട് തോന്നുന്ന ഒരു സന്ദർഭങ്ങളുണ്ട് ലൈവ് ക്ലാസ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടതാണ്. ഞാൻ എടുക്കുന്നത് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ഓരോ മനസ്സും നിങ്ങളുടെ ഓരോ മുഖവും എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം തോന്നുമോ, അത് ഞാൻ ആ സംശയം എൻ്റെ മനസ്സിൽ തന്നെ എന്നോട് ചോദിക്കും. എൻ്റെ കുട്ടികൾ എന്നോട് ചോദിച്ചതുപോലെ, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന പോലെ, എന്നിട്ട് ഞാൻ ആ ഡൗട്ടും കൂടെ ക്ലിയർ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ദാറ്റ്സ് മൈ ലിമിറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് എ ഡൗട്ട് ജസ്റ്റ് കോൾ മീ ആൻഡ് ക്ലാരിഫൈ. ആൻഡ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് പറയുക, അതിന് വേറെ ഒന്നും മടിയൊന്നും വിചാരിക്കേണ്ട. ഓക്കെ. ആൻഡ് 2 is common, pi is common, r is common. What will remain in the first time? H will remain, and we have taken 2 outside, pi outside, and from r square 1 r I have taken outside. So 1 r will remain and this 2 also will remain, because ഒരു 2 ഞാൻ പുറത്തെടുത്തു, ഒന്നായാലും ഒരു 2 ഉണ്ടല്ലോ അവിടെ ബാക്കി. അപ്പോൾ ആ 2ഉം r ഉം ഉണ്ട്. ഓക്കെ. So take write substitute everything. 2 into pi 22/7, and what is r? R is given as 3.5. Can I write it as 35/10? Yes. And what is h? H is nothing but the height of the cylinder is given as what? 10, no? Yes, 10. 2r, 2 into 3.5. Now just see 7. No, you understood, no? Now just see 2, 10, 5, no? 5 get cancelled by using a pencil. What will remain there? 22. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, നേരത്തെ പറ്റിയ പോലെ ഇല്ല. Then what is 2 into 3.5? Double of 3.5 is 7. So 7 plus 10, 17. So 22 into 17 will give you the answer. .374 centimeter square is the required surface area. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എന്താണ് പറയുക, ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ട് നടക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. വി ഹാവ് ഡിസ്കസ് 3 questions through this video session. We cannot call it as lengthy video. It is a short video according to our videos, no? And we have completed the exercise 13.1, first exercise successfully. And what was the specialty of this exercise? This exercise was filled with questions related to surface area, isn't it? So next exercise we are going to discuss about the concept volume. അപ്പോൾ സർഫസ് ഏരിയ കോൺസെപ്റ്റുകൾ ഈ കഴിഞ്ഞ എക്സസൈസിലൊക്കെ വരാനുള്ള കാരണം എന്തായിരുന്നു? സർഫസുമായി റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് എക്സസൈസിൽ അല്ലെങ്കിൽ ഇനിയുള്ള ചെയ്യാൻ പോകുന്ന എക്സാമ്പിളിലൊക്കെ ഉടനീളം വോളിയം കോൺസെപ്റ്റ് ആയിരിക്കും ചോദിക്കുക. അതായത് വോളിയം ഏതൊക്കെ സാഹചര്യത്തിലാണ് വോളിയം വരിക? എമൗണ്ട് ഓഫ് എയർ ഇൻസൈഡ്, എമൗണ്ട് ഓഫ് വാട്ടർ ഇൻസൈഡ്, ഹൗ മച്ച് വാട്ടർ ഇറ്റ് ക്യാൻ ഹോൾഡ്, ഹൗ മച്ച് പെട്രോൾ ക്യാൻ ബി ഫിൽഡ്, അങ്ങനെ ഓരോരോ കേസിൽ, അതായത് അതിനുള്ളിൽ എത്ര എയർ ഉണ്ട്, അങ്ങനത്തെ എത്ര മണൽ സാൻഡ് നമുക്ക് ഫില്ല് ചെയ്യാം, അങ്ങനെ ഇൻറ്റീരിയറിലുള്ള കപ്പാസിറ്റി റിലേറ്റഡ് എല്ലാ കോൺസെപ്റ്റും. ഇനി അതല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ ചോദിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഒരു സാധനത്തിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കും. വെയിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ വെയിറ്റ്
തീരുമാനിക്കാം, മാസ് അല്ലെങ്കിൽ വെയിറ്റ് തീരുമാനിക്കാം. അപ്പം അതും ഏകദേശം വോളിയം റിലേറ്റഡ് ആണ്. ഉദാഹരണം നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ മാർക്കറിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിക്കും. ഈ മാർക്കറിൻ്റെ വെയിറ്റ് എന്താ തീരുമാനിക്കുന്നത്? ഇതിൻ്റെ സർഫസ് ആണോ? നെവർ. ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയലിൻ്റെ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ തൂക്കമാണ് വെയിറ്റ്. അപ്പോൾ ഇതിനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓൾമോസ്റ്റ് വോളിയം. ഇപ്പോൾ ഒരു വുഡൻ സിലിണ്ടറിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ വുഡൻ സിലിണ്ടറിൽ എത്ര കണ്ടൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര വോളിയം ഓഫ് വുഡ് ഉണ്ട് എന്നതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴാണ് വോളിയം നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ ഓഫ് കോഴ്സ് പറഞ്ഞു കൺവേഷൻ, അതായത് ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള മെഴുകുതിരി ഉരുക്കി ഒരു സ്ഫിയർ ആക്കുകയാണെങ്കിൽ ഈ സിലിണ്ടർ ആകൃതിയിലുള്ള മെഴുകുതിരിയിലും ഈ സ്ഫിയറിലും കൺവേഷൻ, ഇത് സിലിണ്ടർ ആകൃതിയിലുള്ള മെഴുകുതിരി, അതിനെ ഞാൻ ഉരുക്കി ഒരു എന്താക്കി? സ്ഫിയർ ആക്കി. രണ്ടിലും കോൺസ്റ്റൻ്റായി നിൽക്കുന്ന എന്താണ്? വോളിയം ഓഫ് ദ എന്താണ് അതിലുള്ള ആ മെഴുകിൻ്റെ വോളിയം. മെഴുകിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഞാൻ മറന്നുപോയി. മെഴുകിൻ്റെ വോളിയമാണ് അല്ലേ? ഇതിൽ എത്ര മെഴുകുണ്ടായിരുന്നോ അതിൻ്റെ വോളിയം തന്നെയായിരിക്കും ഇതിലുണ്ടാവുക. മെഴുക് നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. സോ ആ കേസുകളിലൊക്കെയാണ് വോളിയം എന്നുള്ള കോൺസെപ്റ്റ് വരിക. ആൻഡ് പ്ലീസ് വാച്ച് ദിസ് വീഡിയോ വെൽ, പ്രാക്ടീസ് വെൽ ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു.